ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എലിസ് മഞ്ജു. കഴിഞ്ഞ എപ്പിസോഡിലെ തായ്ലൻഡ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലുകളിലെല്ലാം തന്നെ തായ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവൈലബിൾ ആയിരുന്നത്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ രാവിലെ തന്നെ കോറൽ ഐലൻഡിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ടെത്തി. കോറൽ ഐലൻഡിലേക്ക് പോകുന്ന വഴിക്ക് അത് ഞങ്ങൾ പട്ടായ സിറ്റിയിലെത്തിയിട്ടാണ് കോറൽ ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ പട്ടായ സിറ്റിയിലേക്ക് പോകുന്ന വഴിക്ക് സനൂപും ഞങ്ങളുടെ ലോക്കൽ ഗൈഡ് അലനും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളിൽ പലർക്കും തായ് കുസീൻ ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ആഗ്രഹം അറിഞ്ഞിട്ട് ഇന്നത്തെ ലഞ്ച് ഞങ്ങൾക്ക് തയ്യാറാക്കിയത് തായ് കുസീനായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോറൽ ഐലൻഡിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചിവിടെ പട്ടായ സിറ്റിയിൽ തന്നെ തിരിച്ചു വരണമായിരുന്നു ലഞ്ചിനായിട്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ സനൂപ് ഞങ്ങളോട് പങ്കുവയ്ക്കുകയായിരുന്നു. പട്ടായ സിറ്റിയിൽ എത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ സ്പീഡ് ബോട്ട് ഡോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് നീങ്ങി. പോകുന്ന വഴിക്ക് നമ്മൾ 2 ഡെസ്റ്റിനേഷനിൽ ഇറങ്ങും. ആദ്യത്തേത് പാരാസെയിലിംഗ് സ്പോട്ട്, പിന്നെ രണ്ടാമത്തേത് സീ വാക്ക് ചെയ്യുന്നവർക്കായിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ പാരാസെയിലിംഗ് സ്പോട്ടിൽ ചെല്ലും. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം ഇരുന്നിട്ട് നമ്മുടെ കൂടെ ഒരു ഗൈഡും കൂടി, ഒരു പുതുതായിട്ടൊരു ഗൈഡും കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു. അന്നേരം നമുക്ക് എന്തൊക്കെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റിയാണ്, എന്തൊക്കെയാണ് ഓഫറുകൾ എന്നൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും. പാരാസെയിലിംഗ് ഉണ്ടായിരുന്നു, സീ വാക്ക് ഉണ്ടായിരുന്നു, ജെറ്റ് സ്കീ ആൻഡ് ബനാന ബോട്ട് റേസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൽ നിന്ന് സീ വാക്കാണ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. കാരണം ബാക്കിയുള്ളത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇനി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചെയ്യാമെന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പോൾ സീ വാക്ക് സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. എന്നാൽ പിന്നെ ഇത്തിരി അഡ്വഞ്ചറസുമായിട്ട് തോന്നി. കാരണം ഏകദേശം ഒരു 20 ഫീറ്റ് കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 12 പേര് സീ വാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ബാക്കിയുള്ളവർ പാരാസെയിലിങ്ങിനായിട്ട് പോയി. അപ്പോൾ ഇവർ പാരാസെയിലിംഗ് കഴിയുന്നതുവരെ ഞങ്ങളും ആ ഒരു ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ അവർക്ക് വേണ്ടി കാത്തിരുന്നു. പിന്നെയാണ് ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ പട്ടായ സിറ്റിയിൽ നിന്ന് കോറൽ ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൺ ദ വേ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കൊക്കെ എത്തും. അപ്പം ഈ ഒരു യാത്ര ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിലല്ല ഇരുന്ന്, ഞാൻ ഏറ്റവും ബാക്ക് സൈഡിൽ പോയിരുന്നു. എന്നിട്ട് പട്ടായ സിറ്റിയുടെ ഭംഗിയും ചെറുപ്പത്തിൽ ബോട്ട് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആ ഓളങ്ങളൊക്കെ എൻജോയ് ചെയ്തിരുന്ന ആ ഓർമ്മയൊക്കെ വിചാരിച്ച് ഞാൻ ഈ തിരമാലകളും ഈ ഒരു കാറ്റിൻ്റെ ആ ഒരു സുഖവും ഒക്കെ എൻജോയ് ചെയ്ത് ഞാൻ അവിടെ ഏറ്റവും ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തി. പാരാസെയിലിങ്ങിന് ബുക്ക് ചെയ്തവർ എല്ലാവരും പാരാസെയിലിങ്ങിനായിട്ട് പോയപ്പോൾ ഞങ്ങളുടെ വക ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം എടുത്തു, എല്ലാവരും ചെയ്തു വരാനായിട്ട് കുറച്ച് സമയമെടുത്തു. അപ്പോൾ ഞങ്ങൾ ഈ സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പിന്നീട് എല്ലാവരും പാരാസെയിലിങ്ങിന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ സ്പീഡ് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഇടാനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ട് സേഫായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നതിന് ശേഷമേ അവർ ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം അവരവിടെ വെയിറ്റ് ചെയ്യും. അവർ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അത് സീ വാക്കാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സീ വാക്കിനുള്ളവരെ മാത്രമേ അവിടെ ഇറക്കിയുള്ളൂ. കൂടെ സനൂപും ഇറങ്ങി. നേരത്തേതുപോലെ തന്നെ ഞാൻ എൻ്റെ
ചെറിയ ചെറിയ സന്തോഷങ്ങളുമായിട്ട് ബാക്ക് സൈഡിൽ തന്നെ ഇരുന്നു. ഈ ഭംഗിയും ബോട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഈ തിരമാലകളുടെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ സമയമുണ്ടല്ലോ, കടലിലൂടെയാണ് യാത്രയെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടായിരുന്നില്ല. പണ്ട് ചെറുപ്പത്തിൽ നടത്തിയിട്ടുള്ള ഒരു ബോട്ട് യാത്രയുടെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അന്നേരം ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ രണ്ടാമത്തെ സ്ഥലത്ത് സീ വോക്ക് ചെയ്യാനുള്ള സ്ഥലത്തെത്തി. ഞങ്ങളുടെ കൂടെ സനൂപും ഇറങ്ങി. അപ്പോൾ നമ്മൾ ചെന്നിറങ്ങുന്ന ഒരു ബോട്ടിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മളുടെ ബിലോങ്ങിങ്സ് എല്ലാം ഒരു ബാസ്ക്കറ്റിൽ വെക്കണം. എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ബോട്ടിലേക്ക് കിടക്കും. അപ്പോൾ അവിടെ വെച്ചാണ് നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളിൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. വീഡിയോസും ഫോട്ടോസും അവർ നമുക്ക് എടുത്തു തരികയായിരുന്നു. അത് കാരണം ഇതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസ് ഒന്നും എടുക്കാൻ നമുക്ക് സാധിച്ചില്ല. സനൂപാണെങ്കിൽ മറ്റേ ബോട്ടിലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ തരുന്നതിൻ്റെ സമയത്ത് ഈ ഹെൽമെറ്റ് തലയിൽ വെച്ച് ഇരിക്കുമ്പോൾ നമ്മുടെ ചെവി അടഞ്ഞു പോകുമ്പോൾ മൂക്കൊക്കെ അടച്ചു പിടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ ഫിസിക്സ് പഠിപ്പിക്കുന്നതുകൊണ്ട് ഈ ബൊയാൻസിയൊക്കെ അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ഞാൻ അവിടെ വെച്ച് നൽകി. പക്ഷേ ബൊയാൻസിയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ വളരെ ഈസി ആയിട്ട് നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്ന ഒരു ചെറിയ എക്സ്പെരിമെൻറ്റും ഒക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാവർക്കും അതിൻ്റെ ഒരു ഐഡിയ കിട്ടി. അതിനുശേഷം ഈ കടലിനടിയിൽ ഈ സ്പെൻഡ് ചെയ്ത് ഈ വീഡിയോ കണ്ടപ്പോഴാണ് നമ്മളുടെ ഫിസിക്സ് ക്ലാസ്സിൻ്റെയും മോട്ടിവേഷൻ്റെയും എഫക്റ്റ് എനിക്ക് ശരിക്കും മനസ്സിലായത്. കാരണം ഇതിൽ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് വെള്ളത്തിലിറങ്ങാൻ പേടിയുള്ള വ്യക്തികളൊക്കെയാണ് ഇത്രയും മനോഹരമായിട്ട് ചിരിച്ചുകൊണ്ട് ഈ കടലിനരികിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മളുടെ മോട്ടിവേഷനൊക്കെ ദൈവത്തിന് ഞാൻ അറിയാൻ നന്ദി പറഞ്ഞു. ഈ സമയം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവാനുഗ്രഹത്താൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് പോലും ഇത് എൻജോയ് ചെയ്യാൻ സാധിച്ചതിന് ദൈവത്തിന് നന്ദി. പിന്നെ നമ്മൾ അതിമനോഹരമായ ഈ കോറൽ ഐലൻഡിലേക്ക് നമ്മൾ എത്തി. ഒമാനിൽ കഴിഞ്ഞിരുന്ന കാലത്താണ് ഇതുപോലെയുള്ള വൈറ്റ് സാൻഡ് ബീച്ചസ് നമ്മൾ കണ്ടിരിക്കുന്നത്. മസ്കറ്റിൽ അവിടെ വെച്ച് ഒത്തിരി ഉണ്ടായിരുന്നു. സൂറിലൊക്കെ പോയാൽ ഇതുപോലെയുള്ള വൈറ്റ് സാൻഡ് ബീച്ചസ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയും മനോഹരമായ ബീച്ച് പിന്നെ ഇവിടെയാണ് കാണുന്നത്. ഞങ്ങൾ ചെന്ന സമയത്ത് ഇത്തിരി ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ഓരോരോ സെക്ഷനായിട്ട് ഇവർ തിരിച്ചിട്ടുണ്ട്. ജെറ്റ് സ്കീം, ബനാന ബോട്ട് റേസൊക്കെ ചെയ്യാനുള്ളവരൊക്കെ അതിനായിട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പാരാഗ്ലൈഡിങ് ഞാൻ കണ്ടു. അത് ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുള്ള സൗകര്യവും സമയവും നമുക്കുണ്ടായിരുന്നില്ല. കാരണം ഈ കോറൽ ഐലൻഡിലുള്ള ഹില്ലിൻ്റെ മുകളിൽ നമുക്ക് പോകണമായിരുന്നു ഈ പാരാഗ്ലൈഡിങ് ചെയ്യാൻ. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ട്രിപ്പിൽ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ബീച്ചിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫ്രഷ് ആവാനും നമുക്ക് റെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തണലത്തിരിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഷവർ ചെയ്യണമെന്നുള്ളവർക്കൊരു ചെറിയ പേയ്മെൻറ്റ് കൊടുക്കണം. ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ഫ്രീ ആണ്. പിന്നെ ലോക്കർ സൗകര്യവും ഉണ്ട്, അതിനും നമ്മൾ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ ഫ്രഷായിട്ട് ഉടൻ തന്നെ നമുക്ക് പട്ടായയിലേക്ക് തിരിച്ചു വരണം. കാരണം നമുക്ക് ലഞ്ചിനുള്ള നേരമായി. തിരിച്ചു പോകാൻ ബോട്ടിൽ കയറാൻ പോകുമ്പോഴാണ് ഞാൻ ജോയലിനെ കാണുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിലാണ് ബാങ്കോക്കിലെത്തിയത്. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന അവിടെ വെച്ചായിരുന്നു. എൻ്റെ ഫ്രഞ്ച് ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് ആയിരുന്നു ജോയൽ. ജോയലിൻ്റെ ഫാമിലിയും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ പട്ടായയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ വിരിഞ്ഞത്. പക്ഷേ ഈ കോറൽ ഐലൻഡിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ വളരെ സർപ്രൈസിങ് ആയിരുന്നു. അങ്ങനെ കുറേ നല്ല മെമ്മറീസുമായിട്ട് ഞങ്ങൾ കോറൽ ഐലൻഡിൽ നിന്ന് പട്ടായയിലേക്ക് തിരിച്ചു. കോറൽ ഐലൻഡിലേക്കുള്ള യാത്രയും അവിടെ സ്പെൻഡ് ചെയ്ത നിമിഷങ്ങളുമൊക്കെ വളരെ മനോഹരമായിരുന്നു. നല്ലൊരു മെമ്മറി ആയിരുന്നു. എല്ലാവർക്കും ഈ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കുറേയേറെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാമേ. തായ് കുസീൻ, സാങ്ച്വറി ഓഫ് ട്രൂത്ത്, പിന്നെ പട്ടായയിലെ നൈറ്റ് ലൈഫ്, ഇതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാമേ. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്.